ആനേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ വെച്ചാൽ അമ്പലത്തിൽ ഉത്സവം പാട്ടൊക്കെ ബാക്കിൽ കേൾക്കുന്നത്, കോപ്പിറൈറ്റ് അടിക്കുമെന്നും അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പുറത്ത് പോയിട്ട് നമ്മുടെ അപ്പുറത്തെ ജംഗ്ഷനിലാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വരാം. അപ്പം ദിലിജിദേവ് ഉത്സവത്തിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് റെഡിയായിട്ട് കുളിച്ച് റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് സുന്ദരി കൊച്ചായിട്ട് ഇരിക്കുക. വാച്ചൊക്കെ കെട്ടി. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് വരാം. അവിടെ എന്താ പരിപാടി എന്നൊക്കെ നോക്കിയിട്ടൊന്ന് വരാം. ഓക്കെ. അങ്ങനെ വെറുതെ ഒന്ന് കണക്കെടുത്തപ്പോഴാട്ടോ ആ കാര്യം മനസ്സിലായത്. 10,000-ഓളം ആൾക്കാർ വസിക്കുന്ന നമ്മുടെ കൊച്ചു മണ്ഡലത്തിൽ ഏകദേശം 15ഓളം ഉത്സവങ്ങളുണ്ട് കേട്ടോ. ആ 15ഓളം ഉത്സവങ്ങൾ ഏറ്റവും അവസാനത്തെ ഉത്സവമാണ് നമ്മുടെ വൈകുണ്ഠപുര ക്ഷേത്രത്തിലെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്തിയ പാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപമാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയ കാലം മുതൽക്ക് എന്തെങ്കിലും ഒരു കലാരൂപങ്ങൾ അമ്പലത്തിലേക്ക് വേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായാണ് ഈ വർഷവും വളരെ വ്യത്യസ്തമായി ഈ പാവക്കൂത്ത് അമ്പലത്തിലേക്ക് നേർച്ചയായി നൽകിയത് കേട്ടോ. അങ്ങനെ ബാലരമയിലെ ചില കഥാപാത്രങ്ങളും മറ്റ് കഥാപാത്രങ്ങളും ഒക്കെ ചേർന്നാണ് ഈ പാവക്കൂത്ത്. ഈ കാണുന്ന ചെറിയ ഹോളിലൂടെയാണ് കേട്ടോ ഇവർ നടന്നു പോകുമ്പോൾ, ഈ തലയിലേന്തി നടന്നു പോകുമ്പോൾ വഴി കാണുന്നത്. പണ്ടൊക്കെ ഇത്തരം കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിരിക്കുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ മിക്ക തൊഴിലുകളും ഇപ്പോൾ ചെയ്യുന്നത് അന്യസംസ്ഥാനത്തുനിന്നുള്ള ബംഗാളി സുഹൃത്തുക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ കലാരൂപത്തിനും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ കലാരൂപങ്ങളൊക്കെ അമ്പലത്തിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്നതും ബംഗാളിൽ നിന്നെത്തിയ സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു പുതിയ വരുമാന മാർഗവും നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചെറിയ ചെറുപ്പക്കാരൊക്കെ ഇത്തരം കലാരൂപങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. വരും കാലങ്ങളിൽ അതിനൊക്കെ എത്രത്തോളം മാറ്റം വരുമെന്ന് നമുക്ക് കണ്ടറിയാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂടെയുള്ളൊരു കലാരൂപം എന്ന് പറയുന്നത് താമ്പോലം എന്ന് പറയുന്നത് ഈ കലാരൂപമാണ് കേട്ടോ. പണ്ട് കാലത്ത് ചെണ്ടമേളങ്ങളായിരുന്നു അമ്പലത്തിലേക്ക് ഉത്സവത്തിനുണ്ടായിരുന്നത്. അത് ശിങ്കാരിമേളത്തിലേക്ക് കടന്നു. അതിനുശേഷം താമ്പോലം എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തിലേക്ക് മാറി കേട്ടോ. ഏതോ മൃഗത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു ചെണ്ടയിലാണ് ഇത് കൊട്ടുന്നത്. അത് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കത്ര സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള രണധീര എന്ന് പറയുന്ന ഒരു ടീമാണ്. ഭൂരിഭാഗം നമ്മുടെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാർ ചേർന്ന് നടത്തുന്ന ഒരു ചെണ്ടമേളാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഉള്ളത് ഈ ഒരു വ്യത്യസ്തമായൊരു ആനയാണ്. ഈ ഉത്സവത്തിന് വളരെ വ്യത്യസ്തമാകാൻ പോകുന്നതും ഈ ആന തന്നെയായിരിക്കും. അപ്പം എന്തായാലും ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷമൊക്കെ നൽകുന്ന ഒരു ഭാഗമായിരിക്കും ഈ കാണുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഉത്സവം.
കണ്ടിട്ട്. അങ്ങോട്ട് പോവാനേന്ന് പാപ്പാൻ ഒന്നാം പാപ്പൻ. പക്ഷെ ഇരുട്ടിപ്പോയി, കുറച്ചുകൂടെ മുന്നോട്ട് തരണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്തോരം കെട്ടുകാഴ്ചയായിരുന്നു അല്ലേ? പോളില്ല, അതാ ആന ഉണ്ടായിട്ട്. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം കടന്നുപോയി. മണക്കടയില്ല, നീറ്റുനിർത്തയില്ലായിരുന്നു. ആവുന്ന പോയിട്ടോ, അവരോട് പോയിട്ടോ. ചെല്ലേ അല്ലേ അവളെ വണ്ടി എടുക്കണ്ടേ? സംസാരിക്കില്ല ജി, പേടിച്ചോ മാസ്ക് കണ്ടിട്ട്? മറ്റേ പേടിയാ, ആനെ തന്നെ പേടിയാ. വാവ ഇല്ലായിരുന്നു, വാവ കണ്ടിട്ടില്ല, വാവ ഇവിടെ ഇല്ലായിരുന്നു. ആ അത് മാസ്ക് വെച്ചു കൊടുത്ത വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക. പോക്കറ്റടി, അതിന്റെ ഇടയ്ക്ക് പോക്കറ്റടി. അയ്യോ ഓ ടാറ്റ 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 ടാറ്റ. ആ ഓക്കെ ഓക്കെ പോയിട്ടോ. അതെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ. ശ്രദ്ധിച്ചിരിക്കുമല്ലേ ചേട്ടാ കമ്പം. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലേക്ക് വന്ന കേട്ടോ. പള്ളിനും പെങ്ങളൊക്കെ വന്നു. അപ്പോൾ അവർ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ജിജിനായിട്ട് അമ്പലത്തിലേക്ക് വന്ന്. ഈ പ്രാവശ്യം ഉത്സവത്തിന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ചെണ്ടോട്ടോട് നടക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയാമയ്യ. അപ്പോൾ അതാണിത്. കുറച്ച് കെട്ടിയാഴ്ചയും കാര്യങ്ങളും അവിടെ ശിങ്കാരിമേളം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ശിങ്കാരിമേളം താമ്പോലാണ് നടക്കുന്നത്. താമ്പോലം ചുട്ടു നടക്കുന്നുണ്ട്, അവിടെ കമ്പം പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും ഞങ്ങളിത് അമ്പലത്തിലേക്ക് എത്തി. തിരക്ക് കുറയുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ആ ഭാഗത്തേക്ക് പോകട്ടോ. അപ്പോൾ ട്രെയിൻ പോകുന്നുണ്ടോ? ഉത്സവം ഇവിടെ നടക്കുമ്പോൾ ട്രെയിൻ അപ്പുറത്തൂടെ പോകണം.
എനിക്കൊരു കീഴം വെച്ചു കൊടുക്കട്ടെ. ആ വേണം, മേടിച്ചിട്ടോ, സേമിയ മേടിച്ചിട്ടോ. എനിക്ക് സേമിയ മേടിച്ചിട്ടോ. ചോദിച്ചു നോക്കടി. പരിപാടി കഴിഞ്ഞാൽ ആൾക്കാർ പോവാം. കുട്ടൂസിനും ഡാഗിനെയൊക്കെ പോകണം കേട്ടോ. ആനയെ ചുവന്നോണ്ട് പോണം. ആനയെ ചുവന്നോണ്ട് പോണം. ചുമക്ക് പെട്ടെന്ന് ഓട്ടോ. ആനനെ ആവശ്യം കഴിയുമ്പോൾ ചുമന്ന് തൂക്കിക്കൊണ്ട് പോകണം. ശരിക്കും ഒരു ആന പോണ പോലെ തോന്നില്ലേ? ശരിക്കും ഒരു ആന പോണ പോലെ ഉണ്ട്. അപ്പം ഉത്സവം എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. എന്തോ അപ്പോ എടാ ദേവ എന്തുവാ ശ്രീകൂടെ അതിനെ വിളിക്കുന്നുണ്ടോ അവള്? എന്തുവാ? ഞാനോ? പോവാം, വീട്ടിൽ പോവാം. അളിയൻ ആ ചാടി പിടിക്കേ. ആനയെ ആദ്യമായിട്ട് ആനയെ ഞാൻ പിടിക്കുന്നത്. തലയാട്ടുന്നത്. നാളെ ഉത്സവമല്ലേ? കൊമ്പിക്കൈ അയ്യോ കൊമ്പിൽ പിടിച്ചില്ല. കൊമ്പി പിടിക്കണം, ഇളകി പോരും. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓരോരുത്തരായിട്ട് അമ്പലത്തിൽ പോയി മേടിച്ച സാധനങ്ങൾ കാണിക്കണം കേട്ടോ. പേര് പറയുമ്പോൾ ഒക്കെ കാണിക്കും ഓരോരുത്തരായിട്ട്. ശിവ പോയ 100 രൂപ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. അവൾ എന്നിട്ട് ശ്രീകുട്ടനോട് പറയാ എന്തുവാ 100 രൂപ കൊണ്ടാവൻ തൊലച്ചെന്ന്. 100 രൂപ കൊണ്ടാവൻ തൊലച്ചെന്ന്. അവൻ്റെ പോക്കിമാൻ്റെ കാട് കാണിച്ചടാ. അത് ശ്രീകുട്ടൻ മേടിച്ച കളിപ്പാട്ടം കാണിക്കാട്ടോ. ഉത്സവത്തിന് പോയിട്ട് വന്നിട്ട് കേട്ടോ. ഭയങ്കര ലെങ്തുള്ളൊരു എന്തുവാടാ ഇത്? നിനക്ക് വല്ലതും അറിയാവോ ഇത് കളിക്കാൻ? ഇത് കളിക്കാൻ നിനക്കറിയോ? ഇത് കളിക്കേണ്ട അവൻ അറിയത്തില്ല. എന്തുവാണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയത്തില്ല. ഇതെന്ത് സാധനം? എന്തുവാ? ഓ ഇത് ഇതെന്തിനാ നീ മേടിച്ചേ? 100 രൂപ എടുത്ത് മേടിച്ച സാധനം കണ്ടോ ഫ്രണ്ട്സ്? എന്നാ പോവും. ഇതായില്ല കൊച്ചു, അവള് പറഞ്ഞേ 100 രൂപ ഉണ്ടാവാൻ തൊലച്ചെന്ന്. അവളാ 100 രൂപ ചതവാക്കാതെ കൊണ്ടുവന്നു. അപ്പോൾ ഫ്രണ്ട്സേ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളും കേട്ടോ. കഴിഞ്ഞ വർഷത്തെ കണക്ക് ഉത്സവത്തിന് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കലാപരിപാടികൾ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഉത്സവം കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളിനി ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ശ്രീകുട്ടനും ദേവനും അളിയനും പെങ്ങൾക്കൊക്കെ തിരിച്ച് വീട്ടിൽ പോകണം. പിള്ളേർക്ക് പരീക്ഷ ഉണ്ടായിട്ട് അവർ ഇന്ന് തന്നെ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിരിയാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ കേട്ടോ.